റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഗോൾഡ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളെ റിലേറ്റീവ്സിലായാലും നമ്മളെ ഫാമിലീസിലായാലും ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട്. സോ നമ്മളെ ഈ കേരളത്തിൽ എസ്പെഷ്യലി മാരേജ് ഫംഗ്ഷൻസ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ഒരു സാധനമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. കാരണം അവരെ പരിപാടിന്റെ ഭാഗമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. സോ നമ്മളെ ഫാമിലീസിൽ ഇതേപോലെ ഫംഗ്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സംഭവമാണ് ഗോൾഡ്. സോ അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഗോൾഡിന്റെ പ്രൈസ് കൂടുന്നത്? എന്ത് ഫാക്ടറാണ് കൂടാനുള്ള കാരണം? ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഭയങ്കര രീതിയിൽ ഗോൾഡിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴൊക്കെ ഇത് കൂടാനുള്ള കാരണം എന്താണെന്ന് നമ്മളിപ്പോൾ ആലോചിക്കാറുണ്ട്. സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തന്നെയാണ് എന്തുകൊണ്ടാണ് നമ്മളെ ഗോൾഡിൻ്റെ പ്രൈസ് ഭയങ്കര രീതിയിൽ കൂടുന്നത്, ചില സമയത്ത് അത് കുറയുന്നത്, ഫ്യൂച്ചറിൽ ഈ ഗോൾഡിൻ്റെ പ്രൈസ് എന്താവാനാണ് ചാൻസ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്കും ഇതേപോലെ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി തരുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിശാൽ. മൈൻഡ്, മണി, മാനവ്, മൂവ്മെൻറ്റ് ആൻഡ് കരിയർ, ഈ 5 കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ യെസ്, വൈ ഈസ് ഗോൾഡ് സോ എക്സ്പെൻസീവ് റൈറ്റ് നൗ? എന്തുകൊണ്ടാണ് ഗോൾഡിന് ഇത്രത്തോളം എക്സ്പെൻസീവ് ആവാനുള്ള കാരണം? ഇത് മനസ്സിലാക്കാൻ നമുക്ക് വലിയ ഫിനാൻസ് ഡിഗ്രീൻ്റെ ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക് കാര്യങ്ങൾ മാത്രം മതി. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് അവിടെ ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് നോക്കാനുള്ള കാര്യം, എവ്രി വൺ ഈസ് ടോക്കിംഗ് അബൌട്ട് ഗോൾഡ്. എല്ലാ ആൾക്കാരും, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ, നമ്മളൊരു പരിപാടിക്ക് പോയാലോ അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ വരുന്ന സമയത്തോ അവിടെ എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ട് അവരൊരു ടോക്കിംഗ് സാധനമായിട്ട് മാറിയിട്ടുണ്ട് ഗോൾഡ് എന്ന് പറയുന്നത്. കാരണം അവർക്കൊക്കെ ഫാമിലീസിൽ പരിപാടികൾ വരുമ്പോൾ ഗോൾഡ് വാങ്ങണം, അല്ലെങ്കിൽ ഗോൾഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഗോൾഡ് കിട്ടാനുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. സോ ഈ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്, ഗോൾഡ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് സിമ്പിളായിരുന്നു തുടങ്ങാം. നമ്മൾ ഇപ്പോഴത്തെ നോർമൽ കറൻസീനെ കമ്പയർ ചെയ്യുമ്പോൾ ഗോൾഡിന് എന്താണ് ഇത്രത്തോളം ഇമ്പോർട്ടൻസ്? ഇപ്പം നമ്മുടെ നോർമൽ കറൻസി, നമ്മൾ ഓരോ കൺട്രീസിനും ഓരോതായിട്ടുള്ള കറൻസീസ് ഉണ്ട്. ഈ കറൻസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗോൾഡിന് എന്താണ് ഇത്രത്തോളം പ്രത്യേകത ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ആൻഡ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, മണി ക്യാൻ ബി പ്രിൻറ്റഡ്, ഗോൾഡ് കാൺട്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കൺട്രീനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൺട്രീൻ്റെ കറൻസി എന്ന് പറയുന്നത് ആ കൺട്രീൻ്റെ ബാങ്ക് പ്രിൻ്റ് ചെയ്യുന്നതാണ്. അതായത് അവർക്ക് ആവശ്യാനുസരണം എത്ര വേണമെന്നുണ്ടെങ്കിലും അവർക്ക് എന്താക്കാൻ പറ്റും, കറൻസീസ് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് അൺലിമിറ്റഡ്. അൺലിമിറ്റഡ് ആണ് കറൻസീസ് എന്ന് പറയുന്നത്. ഓക്കെ, കറൻസീസ് ആർ അൺലിമിറ്റഡ്. ബട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തിനെ, ഗോൾഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഗോൾഡ് എന്ന് പറയുന്നത്, ഇത് ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഭൂമിയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന ഒരു മെറ്റലാണ് ഗോൾഡ് എന്ന് പറയുന്നത്. ഇതൊരിക്കലും എന്തല്ല, അൺലിമിറ്റഡ് അല്ല, ഇറ്റ് ഈസ് ലിമിറ്റഡ്. ഇതെന്താടാ, ലിമിറ്റഡ് ആണ്. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സാധനത്തിന് എപ്പോഴും എന്തുണ്ടാവും, പ്രൈസ് കൂടായിരിക്കും. സോ അതിനെക്കൊണ്ടാണ് എപ്പോഴും എന്ത് പറയുന്നത്, ഗോൾഡ് ഡസിൻറ്റ് ബ്രേക്ക് എന്ന് പറയാൻ കാരണം. കാരണം നമ്മൾ പല കൺട്രീസിനും കാണാറുണ്ട്, പല രാജ്യങ്ങളും അവിടെ യുദ്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ ഇൻഫ്ലേഷൻസ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻറ്റേർണലി കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ കൺട്രീസിൻ്റെ കറൻസീസിൻ്റെ മൂല്യം ഭയങ്കര നല്ല രീതിയിൽ കുറഞ്ഞു വന്ന് കാണാം. നമ്മൾ ഇതിനു മുമ്പ് ശ്രീലങ്കയിലും പാകിസ്ഥാനിലൊക്കെ ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. സോ അവിടുത്തെ കറൻസീസിന് മൂല്യം ഇല്ലാണ്ടാവുന്ന, അവിടെ യുദ്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ പൈസ എന്ന് പറയുന്നത് തന്നെ തീരെ വിലയില്ലാണ്ടായി പോകുന്നു. ഓക്കെ, ബട്ട് ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഗോൾഡ് ഒരിക്കലും എന്താവുന്നില്ല, കംപ്ലീറ്റ്ലി ഇങ്ങനെ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാറില്ല. കാരണം ഗോൾഡ് ലിമിറ്റഡ് ആണ്. ഇത് കുറേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് എടുക്കുന്ന സാധനമാണ്. സോ ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കറൻസി ക്യാൻ ബി പ്രിൻറ്റഡ് ബട്ട് ഗോൾഡ് കാനോട്ട് പ്രിൻറ്റ്. ഗോൾഡ് ഒരിക്കലും നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല, അത് മൈൻ ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. അതിനെക്കൊണ്ട് തന്നെ കറൻസി അൺലിമിറ്റഡ് ആണ്, ഗോൾഡ് എന്താണ്, ലിമിറ്റഡ് ആണ്. ഇത് കറക്റ്റ് മനസ്സിലാക്കുക. സോ നമുക്ക് എന്തുകൊണ്ടാണ് പ്രൈസിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാര്യങ്ങൾ നോക്കാം. സോ ദ പ്രൈസ് ഈസ് ജസ്റ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. അതായത് നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു കോൺസെപ്റ്റാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അതായത് സപ്ലൈ കൂടുന്ന സമയത്ത്, അതായത് കൂടുതൽ സാധനം ഉണ്ടാകുന്ന സമയത്ത് അവിടെ മൂല്യം ഉണ്ടാവില്ല. ഓക്കെ, അവൈലബിലിറ്റി കൂടുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവില്ല, മൂല്യം ഉണ്ടാവില്ല. അവൈലബിലിറ്റി കുറയുന്ന സമയത്തോ, അവൈലബിലിറ്റി കുറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മൂല്യം എന്താക്കും, കൂടും. എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ കറൻസി കുറേ പ്രിൻറ്റ് ചെയ്യുകയാണെന്ന് നോക്കിക്കുക, പൈസ കുറേ പ്രിൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൂടി, അവൈലബിലിറ്റി കൂടി, കുറേ കറൻസി ഉണ്ട്, അപ്പോൾ അതിന് ആവശ്യക്കാർ കുറേ. ബട്ട് ഗോൾഡ് എന്താ, ഇവിടെ നമുക്ക് കുറേ പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇവിടെ എന്താണ്, അവൈലബിലിറ്റി കുറവാണ്. സോ ഗോൾഡിന് അവൈലബിലിറ്റി കുറയുന്ന സമയത്ത് അതിൻ്റെ മൂല്യം എന്താക്കും, കൂടും. സോ ലിമിറ്റഡ് ആവുന്ന സമയത്ത് പ്രൈസ് കൂടും, അല്ലെങ്കിൽ ആവശ്യക്കാർ കൂടും, അപ്പോൾ പ്രൈസ് കൂടാൻ ചാൻസസ് ഉണ്ട്. സോ ആ ഒരു സിമ്പിൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താ വെച്ചാൽ, ഗോൾഡ് ഈസ് ദ വേൾഡ്സ് ഫിയർ മീറ്റർ എന്നാണ് പറയുക. അതായത് നമ്മളെ വേൾഡിൽ എക്കണോമീൻ്റെ ഫിയർ മീറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗോൾഡിൻ്റെ പ്രൈസിനാണ്. ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നുണ്ടെങ്കിൽ നമ്മൾ എക്കണോമിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഫിയർ ഉണ്ട് എന്നാണ് പറയുക. ഗോൾഡിൻ്റെ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്കണോമിയിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഫിയർ അതേപോലെ തന്നെ കുറഞ്ഞതാണ് പറയാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു വാർ നടന്നു.
USA, ഇറാൻ, ഇങ്ങനെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വാർ നടന്ന സമയത്ത് നമ്മളെ എക്കണോമിയിൽ എന്ത് കൂടി? ഫിയർ കൂടി. കാരണം യുദ്ധങ്ങളുണ്ടാവാണ്, പല രാജ്യങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്, പല കൺട്രീസിൻ്റെയും GDP നല്ല രീതിയിൽ കുറഞ്ഞ് പല കൺട്രീസിലേക്കും എക്സ്പോർട്ട് ഇമ്പോർട്ട് നടക്കുന്നില്ല, കുറേ പ്രശ്നങ്ങൾ വന്ന് ഇവിടെ എന്ത് വന്ന് മൊത്തത്തിൽ ഫിയർ വന്ന്. ഈ ഫിയർ വന്ന സമയത്ത് ആൾക്കാരെല്ലാവരും കൂടി എങ്ങോട്ടേക്ക് പോയി? ഗോൾഡിൻ്റെ അടുത്തേക്ക് പോയി. സോ ഗോൾഡ് കൂടുതൽ ആൾക്കാർ വാങ്ങാൻ വേണ്ടി തുടങ്ങി. സോ കൂടുതൽ ആൾക്കാർ വാങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ചൊരു കാര്യമുണ്ട്, കൂടുതൽ ആൾക്കാർക്ക് ആവശ്യക്കാർ വരുമ്പോൾ അവിടെ പ്രൈസ് എന്താക്കും? കൂടും. സോ റീസെൻ്റ് ആയിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ വാർ ഉണ്ടായപ്പം പേടി കൂടി, ഫിയർ കൂടി ആൾക്കാരെ. സോ ആൾക്കാരെ ഫിയർ കൂടുന്ന സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസ് എന്താക്കും? കൂടും. കാരണം ഫിയർ കൂടുന്ന സമയത്ത് ആൾക്കാർ ഗോൾഡ് പോയി വാങ്ങും, അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്താക്കും? കൂടും. ഇതാണ് ഒന്നാമത്തെ റീസൺ. അതായത് ആവശ്യക്കാർ കൂടുന്ന സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസ് കൂടും, ആവശ്യക്കാർ കുറയുന്ന സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസ് കുറയും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വാർ നടന്ന സമയത്ത് അത് ആൾക്കാർക്ക് പേടി വന്ന്, അപ്പോൾ ആൾക്കാർ കൂടുതൽ എന്തിലേക്ക് പോയി? ഗോൾഡിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ കൂടുതൽ ആൾക്കാർ ഗോൾഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഗോൾഡിൻ്റെ പ്രൈസ് കൂടി. ഇതാണ് ഒന്നാമത്തെ റീസൺ. ഇനി രണ്ടാമതൊരു ഹിഡൻ ആയിട്ടുള്ള റീസൺ ഉണ്ട്. അത് വേറെ ഒന്നുമില്ല, കൺട്രീസ് അവർ അസറ്റ് വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് കറൻസീസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹ്യൂജ് ആയിട്ട് ഇവർ എന്താകും? ഗോൾഡ് വാങ്ങും. അതായത് ഇന്ത്യ, ചൈന പോലുള്ള വലിയ കമ്പനീസ് കിലോ കണക്കിന് സ്വർണം ഇവർ അസറ്റ് വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ട്, കൂടുതലാക്കാൻ വേണ്ടിയിട്ട് ഇവർ വാങ്ങി വെക്കാറുണ്ട്. സോ വലിയ രീതിയിൽ ബൾക്കായിട്ട് ഗോൾഡ് വാങ്ങുന്ന സമയത്ത് അവിടെ നല്ല രീതിയിലൊരു സ്പൈക്ക് അല്ലെങ്കിൽ ഒരു ഹൈ ഗോൾഡിന് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പം നിങ്ങൾ നോക്കി നോക്ക്, ആ ഓൾ ടൈം ഹൈയിലേക്ക് ഗോൾഡിൻ്റെ പ്രൈസ് പോയതിനു ശേഷം താഴത്തേക്ക് പിന്നെയും ഗോൾഡിൻ്റെ പ്രൈസ് വന്ന്. അതെന്തുകൊണ്ടായിരിക്കും? നേരത്തെ നമ്മൾ പിടിച്ച സെയിം സപ്ലൈ ആൻഡ് ഡിമാൻഡാണ്. അതായത് അവിടെ ഫിയർ ഉണ്ടായ സമയത്താണ് എല്ലാവരും കൂടി പോയിട്ടുണ്ടാകും, യുദ്ധം ഉണ്ടായ സമയത്ത് എല്ലാവരും കൂടി പോയിട്ട് ഗോൾഡ് വാങ്ങി. സോ ആ യുദ്ധം ഒന്നിങ്ങനെ അടങ്ങി എല്ലാ കൺട്രീസിലേക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി, എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ഒന്ന് പ്രോപ്പറായി വന്ന സമയത്ത് അവിടുത്തെ ഫിയർ കുറഞ്ഞ സമയത്ത് ആൾക്കാർ അവരെ ഗോൾഡ് വിറ്റ് നോർമൽ ലൈഫിലേക്ക് തന്നെ വന്ന്. സോ ഫിയർ കുറയുമ്പോൾ അവിടെ ആൾക്കാർ ഗോൾഡ് ഇങ്ങനെ സെല് ചെയ്ത് തുടങ്ങും. സോ ആ ഗോൾഡ് സെല് ചെയ്യുമ്പോൾ അവിടെ ആവശ്യക്കാരിങ്ങനെ കുറയാണ്. അങ്ങനെ കുറയുന്ന സമയത്ത് അവിടെ എന്ത് വരും? പ്രൈസ് താഴത്തേക്ക് പോകും. ഇനി ഗോൾഡിൻ്റെ പ്രൈസിനെ മൂവ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, അത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളെ പലിശ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് നോർമലി ഓരോ കൺട്രീസും അവരെ രാജ്യത്തുള്ള ബാങ്കുകൾക്ക് എത്ര ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളത് അവരുടെ ബഡ്ജറ്റിൻ്റെ സമയത്ത് അവർ പറയും. സോ അതേപോലെ തന്നെ ഒരു കൺട്രി, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പറയാണ് നമുക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ബാങ്കിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് എന്താണ് ലെറ്റ്സ് സേ ഒരു 4% തരാമെന്ന് പറയുന്നത്. നോർമലി ഒരു 2% ആണെങ്കിൽ ഇപ്രാവശ്യം അവർ പറയുന്നത് 4% തരാമെന്ന്. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കിട്ടുമെന്ന് പറയുമ്പോൾ ആൾക്കാർ എന്താക്കും? നോർമലി ആ പൈസ നേരെ അവിടെ കൊണ്ടുപോയിടും, സേവിങ്സിലോ അല്ലെങ്കിൽ അവർ ബാങ്കിൽ കൊണ്ടുപോയിടും. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ ബാങ്ക് തരാമെന്ന് പറഞ്ഞ സമയത്തും അവിടെ ഗോൾഡിന് എന്താക്കുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രധാനമായിട്ടും നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടുത്തെ ഫിയർ കൂടുന്ന സമയത്ത്, യുദ്ധങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഫിയർ കൂടും. ഫിയർ കൂടുന്ന സമയത്ത് ആൾക്കാർ പോയിട്ട് ഗോൾഡ് വാങ്ങും. സോ കൂടുതൽ ആൾക്കാർ ഗോൾഡ് വാങ്ങുമ്പോൾ അവിടെ പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതേപോലെ തന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞത് കൺട്രീസ് കൂടുതലായിട്ട് ബൾക്കായിട്ട് സ്വർണ്ണം വാങ്ങുന്ന സമയത്തും പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇത് ഓരോ കൺട്രീസും ആ രാജ്യത്തിൻ്റെ ബാങ്കിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ബാങ്കിന് നിശ്ചയിച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതൽ ഗോൾഡ് വാങ്ങാനുള്ള ചാൻസസ് ഉണ്ട്. സോ പ്രധാനമായിട്ട് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നത്. കുറയാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ആ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നേരെ ഓപ്പോസിറ്റ് ആവുന്ന സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസ് നേരെ താഴത്തേക്കാണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് നിങ്ങളെല്ലാവരും വരുന്നൊരു ഡൗട്ടായിരിക്കും, എന്തായിരിക്കും ഫ്യൂച്ചർ? ഗോൾഡിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത്. സോ ഒരു കാരണവശാലും നമുക്ക് ഗോൾഡിൻ്റെ ഫ്യൂച്ചർ എന്താക്കാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പല ബാങ്കുകളും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പറയുന്നത് ഗോൾഡിൻ്റെ പ്രൈസ് എന്തായാലും ഹൈ പോകുന്നത് പറയുന്നുണ്ട്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് വലിയ വലിയ കൺട്രീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാർ നടക്കുകയാണ്, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്ത് സംഭവിച്ചാലും ഗോൾഡിൻ്റെ പ്രൈസ് ചിലപ്പം കൂടാം, താഴത്തേക്ക് പോകാം, എന്തും സംഭവിക്കാം. സോ ഗോൾഡിൻ്റെ പ്രൈസ് കംപ്ലീറ്റ്ലി നമുക്ക് എന്താക്കാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ലോങ് ടേമിൽ ഗോൾഡ് എപ്പോഴും ഹൈയേ തന്നിട്ടുള്ളൂ. ആകെ 2 വട്ടം മാത്രമാണ് വലിയൊരു ക്രാഷ് ഉണ്ടായപ്പോൾ ചെറിയൊരു ഡിപ്പ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ബാക്കി സമയങ്ങളിലൊക്കെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ലെവലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഓൾവേസ് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺസ് തന്നിട്ടേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ഗോൾഡിനൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. എല്ലാം ഷോർട്ട് ടേം ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് സ്റ്റഡി കറക്റ്റ് നടത്തിയതിന് ശേഷം മാത്രം എന്താക്കുക, ഇൻവെസ്റ്റ്മെൻ്റ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലൊക്കെ പ്ലാൻ ചെയ്യുക. സോ ഇപ്പം എന്തുകൊണ്ടാണ് ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നത് നിങ്ങളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ആൻഡ് എന്തെങ്കിലും സംശയം ഇത് റിലേറ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ആയിട്ട് അറിയിക്കുക, ഞാൻ എന്തായാലും റീപ്ലൈ ഇടുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.